തൃശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുക? മുരളി പെരുന്നെല്ലി MLAക്ക് മണലൂരിലെ ജനങ്ങൾ എത്ര മാർക്കാണ് കൊടുക്കുന്നത്? വരട്ടെ സ്ക്രീൻ. 48.16. ഒരു സിറ്റിംഗ് MLAക്ക് 48.1 ഭരണകക്ഷിയുടെ സ്കോറാണ്. ഭരണപക്ഷത്തുള്ള സിറ്റിംഗ് MLA എന്ന രീതിയിൽ 48.16 എന്ന് പറയുന്നത്. ഈ MLA കുറിച്ച് അവിടെയുള്ള നാട്ടുകാർ തന്നെ പാർട്ടിക്കാർ പറയുന്ന ഒരു കാര്യം, പല പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സർക്കാരിന്റെ സപ്പോർട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ജനങ്ങളെ അറിയിക്കുന്നതിൽ, പുതിയ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹം വളരെ പുറകോട്ടാണ്. ഇത് ജനങ്ങൾക്ക് അറിയാം, അവരറിഞ്ഞോളും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇദ്ദേഹത്തിന് എന്നാണ് വിമർശനമായി തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നും അവിടുത്തെ പ്രവർത്തകരും ഒക്കെ പറയുന്നത്. അതായത് 50-നും താഴെ പോയി. 48.16 2026 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഹോട്ട് സീറ്റുകൾ ഒന്നായിരിക്കും മണലൂർ. ഏറ്റവും ശക്തമായ ഇത്തവണ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ആകണമെന്ന് തോന്നുന്നു. CPM അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നില്ല, അതിന് പകരം അവിടെ C. രവീന്ദ്രനാഥ് മത്സരിക്കുമെന്നാണ് ഏറ്റവും അവസാനം വരുന്ന വിവരം. TN പ്രതാപൻ വരുന്നു. ഈ മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച് കോൺഗ്രസും LDF മാറി മാറി ജയിച്ചിട്ടുള്ളതാണ്. 2006 VS ഗവൺമെന്റ് 2011 LDFന്റെ ഭരണ തുടർച്ചയ്ക്ക് തടയിട്ട ഒരു മണ്ഡലമാണ്. അവിടെ സിറ്റിംഗ് MLA മാറ്റി ബേബി ജോൺ മത്സരിക്കുന്നു, ആ സീറ്റ് പരാജയപ്പെടുന്നു. അന്ന് 72 സീറ്റിൽ നിസ്സാര ഭൂരിപക്ഷത്തിലാണ് UDF അധികാരത്തിൽ വരുന്നത്. അന്ന് മണലൂർ ജയിച്ചു വരികയും അന്ന് പാറശാലയും മണലൂരും ജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് വേറെ ആയിപ്പോയി, ഭരണം മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഇത് ഇരു മുന്നണികൾക്കും ഇവിടെ BJP വലിയ AN രാധാകൃഷ്ണൻ വളരെ കുറേയേറെ കാലമായി സ്ഥിരമായിട്ട് അവിടെ പണിയെടുത്ത് C. രവീന്ദ്രനാഥിനെ അവിടെ കൊണ്ടുവരുന്ന CPMന്റെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ മാത്രമല്ല, അല്ലാതെയുള്ള വോട്ടുകളും സമാഹരിക്കാൻ കഴിവുള്ള നേതാവാണ് C. രവീന്ദ്രനാഥ്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും പറഞ്ഞു, പക്ഷെ അത് ആ രീതിയിൽ വർക്കായില്ല. അപ്പൊ നമുക്ക് എന്താണ് മണലൂരിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. LDFന്റെ സിറ്റിംഗ് സീറ്റാണ് മണലൂർ സീറ്റിൽ അട്ടിമറി സംഭവിക്കുമോ? വളരെ ഹോട്ട് സീറ്റായി മാറുന്ന മണലൂരിൽ എന്താണ് മണലൂരിലെ ജനങ്ങളുടെ മനസ്സിലിരിപ്പ്? 39.60 ഒരു അട്ടിമറി മണക്കുന്നു. LDF 34.66 ചുരുങ്ങുന്നു. BJPക്ക് അവിടെ 25.74, വെറും 4.94 ലീഡ് ആണ് ഇപ്പോൾ UDF മെയിൻറ്റെയിൻ ചെയ്യുന്നത്. TN പ്രതാപൻ കളത്തിലേക്ക് വരികയാണെങ്കിൽ വിജയത്തിലേക്ക് നീങ്ങുമോ? അല്ല, വളരെ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമായിരിക്കും. അവിടെ എനിക്കൊന്ന് AN രാധാകൃഷ്ണൻ തന്നെ മത്സരിക്കുകയും കൂടിയാണെങ്കിൽ നമുക്ക് പ്രവചനാതീതമായ ഒരു മണ്ഡലമായിരിക്കും. 25% NDAക്ക് വോട്ട് പറയുന്നുണ്ട്. ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി വലിയ ലീഡ് നേടിയ മണ്ഡലമാണ് മണലൂർ. എല്ലാ മണ്ഡലങ്ങളും ഗുരുവായൂർ ഒഴികെ എല്ലാ മണ്ഡലം ലീഡ് ചെയ്തു. അതിൽ വലിയ ലീഡ് നേടിയ മണ്ഡലങ്ങളിലൊന്നാണ് മണലൂർ. അവിടെ BJPക്ക് വലിയ വോട്ട് ബേസ് ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ ശക്തമായ, കേരളം ഉറ്റുനോക്കുന്ന ഒരു 15-20 കേരളം ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന രീതിയിലേക്കൊക്കെ വരുന്ന അത്രയും ശക്തമായ മത്സരങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് മണലൂർ. ഫൈറ്റ് ആണ്. എന്തായാലും ഇത്തവണ സിറ്റിംഗ് MLAക്ക് സീറ്റ് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ പറ്റും. ഇതിനകത്ത് പ്രശ്നം UDFന് സംഘടനാപരമായി ആ സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള ശേഷിയാണെന്നുള്ളതാണ്. ഈ ഘടകങ്ങൾ മുരളി പെരുന്നെല്ലി MLA എന്ന രീതിയിൽ അവർക്ക് LDFന് പ്രതികൂലമാകുമ്പോഴും ആ സീറ്റ് UDF സംവിധാനത്തിൽ 1-2 റിസൾട്ട് പറഞ്ഞല്ലോ തൃശ്ശൂര്. അപ്പം തൃശ്ശൂർ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും UDF വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല മറ്റു ജില്ലകളെ നോക്കുമ്പോൾ. പക്ഷേ TN പ്രതാപനെ നമുക്ക് തള്ളിക്കളയാം. നിയമസഭയിലേക്ക് അദ്ദേഹത്തിന്റെ അതിനകത്ത് വാടാനപ്പള്ളി നമ്മൾ കഴിഞ്ഞ സംസാരിച്ചു. വാടാനപ്പള്ളി പോലുള്ള പഞ്ചായത്തുകളുണ്ട്. ഇദ്ദേഹം വലിയൊരു മുസ്ലിം വോട്ടുകളുള്ള പ്രദേശമാണ്. തീരദേശ മേഖല വരുന്ന അതാണ് വാടാനപ്പള്ളി, ആ ഭാഗങ്ങളൊക്കെ വരുന്ന മണ്ഡലമാണ്. തീരദേശ മേഖല വരുന്ന മണ്ഡലമാണ്. ഇവിടെ എന്ത് സംഭവിക്കാം? TN പ്രതാപൻ വരുന്നു എന്ന് പറയുമ്പോൾ UDFന് വലിയൊരു ഉണർവുണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ C. രവീന്ദ്രനാഥ് ആണ് മത്സരിക്കുന്നത്. TN പ്രതാപൻ എന്തുകൊണ്ട് മണലൂർ തെരഞ്ഞെടുത്തു? അദ്ദേഹം കൊടുങ്ങല്ലൂർ ഒരു തവണ ജയിക്കുകയും MLA കൊടുങ്ങല്ലൂർ തെരഞ്ഞെടുക്കാതെ അദ്ദേഹം മണലൂരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജയിക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമുള്ള മണ്ഡലം. എന്തായാലും ഒരു അട്ടിമറിയുടെ സാധ്യതയാണ് മണലൂർ തുറക്കുന്നത്. അപ്പോൾ LDFന്റെ ഒരു സിറ്റിംഗ് സീറ്റിൽ കൂടി പ്രതിസന്ധി അവരെ തുറച്ചു നോക്കുകയാണ്. മണലൂർ UDF അഡ്വാൻറ്റേജ്, UDFന് മുൻതൂക്കമുള്ള മണ്ഡലമായി മാറുകയാണ്.